ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അൺബോക്സ് ഹാബിറ്റ്. നമ്മളിന്നൊരു സ്മാർട്ട് വാച്ച് അൺബോക്സ് ചെയ്യാനായിട്ടാണ് പോണത്. ഇത് വലിയ ബ്രാൻഡഡ് സ്മാർട്ട് വാച്ച് ഒന്നുമല്ല, ജസ്റ്റ് ഒരു കോപ്പിയാണ്. ഐ വാച്ച് 7 സീരീസൊക്കെ പോലത്തെ ഒരു കോപ്പി, അതിൻ്റെയൊക്കെ ഒരു കോപ്പി ആയിട്ട് വരും. ഏകദേശം അതേപോലത്തെ ഒരു ഡിസൈൻ കൊടുത്തിട്ടാണ് ഇത് വന്നിരിക്കുന്നത്. നമുക്ക് പാക്കേജ് അൺബോക്സ് ചെയ്ത് നോക്കാം. അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ളൊരു പാക്കേജിങ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഈ ബബിൾ കവറൊക്കെ വെച്ചിട്ട് അത്യാവശ്യം നല്ല സേഫ്റ്റിയിൽ തന്നെയാണ് ഒരു പാക്കേജ് അയച്ച് തന്നിട്ടുള്ളത്. ഇപ്പോൾ ഉള്ളിൽ എന്താ സ്ഥിതി നമുക്ക് അയച്ചു നോക്കാം. ഇതാണ് നമ്മുടെ ബോക്സ് വരുന്നത്. i7 Pro Max എന്നാണ് വാച്ചിൻ്റെ മോഡലിൻ്റെ പേര്. നമുക്ക് ഇതിൻ്റെ ബാക്ക് സൈഡിൽ നോക്കിയാൽ കാണാൻ പറ്റും 1.80 ഇഞ്ച് സ്ക്രീൻ, പിന്നെ 3 സ്റ്റൈലിലുള്ള മെനു ഉണ്ട്, ബ്ലൂടൂത്ത് കോൾ ഉണ്ട്, ഹാർട്ട് റേറ്റ് ഉണ്ട്, മ്യൂസിക് ഉണ്ട്, ലോങ് ബാറ്ററി ലൈഫാണെന്ന് കൊടുത്തിട്ടുണ്ട്, സ്റ്റെപ്പ് കൗണ്ടിങ് ഉണ്ട്. അതുപോലെ അതിൻ്റെ അടിയിലൊക്കെ നമുക്ക് നോക്കാം 250 mAh ബാറ്ററി വരുന്നുണ്ടെന്നാണ് അവർ പറയണത്. അതുപോലെ ബ്ലൂടൂത്ത് വെർഷൻ 5.2. സൈഡിൽ ഇതുപോലെ വാച്ച് 7 എന്നുള്ളൊരു മാർക്ക് കൊടുത്തിട്ടുണ്ട്. ഹൈ വാച്ച് പ്രോ എന്നായിരിക്കും ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ്റെ പേര്. നമുക്കത് ഉള്ളിൽ നിന്ന് പുറത്തെടുത്ത് നോക്കാം. ഇപ്പം ഇതിൻ്റെ റേറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ തന്നെ ഇതിൻ്റെ പാക്കേജ് ഈ വാച്ച് ഇരിക്കണ ഈ ബോക്സിൻ്റെ ഉള്ളിലുള്ള പാക്കേജ് ഭയങ്കര മോശമാണ്. ഇതാണ് നമ്മുടെ വാച്ച്. ഇതിൻ്റെ ബാക്കിലും ഫ്രണ്ടിലായിട്ട് ഇതുപോലെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കവറിങ് കൊടുത്തിട്ടുണ്ട്, സ്ക്രാച്ചിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്താനായിട്ട്. കുറച്ച് വെയിറ്റുള്ള വാച്ചാണ്. ഈ കാണുന്നതാണ് നമ്മുടെ ഇതിൻ്റെ 2 സ്ട്രാപ്പുകൾ വരുന്നത്. അത്ര വലിയ ക്വാളിറ്റി ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഒരു റബ്ബറിൻ്റെ സ്ട്രാപ്പാണിത്. ഇനി ഇതാണ് നമ്മുടെ ചാർജർ, മാഗ്നറ്റിക് ചാർജർ. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളൊരു വൈറ്റ് ചാർജറാണ്. ജസ്റ്റ് നമ്മുടെ ഒരു 2.4 ആംപിയറിൻ്റെ ഒരു ചാർജറിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ചാർജ് ചെയ്യാവുന്നതാണ്. നമുക്കിത് പൊളിച്ച് കളയാം. ബാക്കിൽ സെൻസർ വരുന്നുണ്ട്, അതിൻ്റെ അടിയിലായിട്ടാണ് ഈ ചാർജിങ്ങിൻ്റെ ഈ ഒരു കണക്ടർ വരുന്നത്. നല്ല ഗ്ലോസി ആയിട്ടുള്ളൊരു വാച്ചാണിത്. ഇപ്പോൾ 2 സ്വിച്ചാണ് വരുന്നത്. പറഞ്ഞാൽ നമുക്ക് സർക്കുലറായിട്ട് മൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്വിച്ച് പറഞ്ഞാൽ പവർ ബട്ടണും. രണ്ടിലും ഏകദേശം സെയിം ഫങ്ഷൻ തന്നെ അവർ കൊടുത്തിട്ടുണ്ട്. മറ്റേതിൽ നമുക്കിങ്ങനെ സ്ക്രോൾ ചെയ്യാമെന്നുള്ളൂ. ഈ സൈഡിലാണ് സ്പീക്കർ വരുന്നത്. ഈ 2 സ്വിച്ചിൻ്റെ സെൻറ്ററിലായിട്ടാണ് നമുക്ക് ഇതിൻ്റെ മൈക്ക് കൊടുത്തിരിക്കുന്നത്. ഇതിൽ ചാർജൊന്നും ഇല്ലെന്ന് തന്നെ തോന്നുന്നത്, കാരണം നമുക്ക് ഇപ്പോൾ പവർ ഓൺ ചെയ്തിട്ട് ഓൺ ആവുന്നില്ല. നമുക്ക് ജസ്റ്റ് ഈ സ്ട്രാപ്പ് ഒന്ന് ഇട്ടിട്ട് ഇതിൻ്റെ ഒരു ഓവറോൾ ലുക്ക് നമുക്ക് നോക്കാം. ഇതിൻ്റെ റേറ്റ് ഞാൻ അപ്രോക്സിമേറ്റ് റേറ്റ് പറയാം. ഇതൊരു 1000-ന് താഴെ വരുന്നൊരു 990 റേഞ്ച് വരുന്നൊരു വാച്ചാണ്. ഇതിനകത്ത് നമുക്കൊരു യൂസർ മാനുവൽ കാണാം. ചൈനീസാണെന്ന് തോന്നുന്നു. ചൈനീസ് പിന്നെ ഇംഗ്ലീഷിലാണ് കൊടുത്തിരിക്കുന്നത്. എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഫോണായിട്ട് കണക്ട് ചെയ്യേണ്ടതെന്നൊക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ പൊതുവെ ഇതൊന്നും വായിച്ച് നോക്കാറില്ലല്ലോ. ഈ ഒരു QR കോഡില്ലേ ഈ ഇതിനകത്ത് കാണുന്നത്, അത് സ്കാൻ ചെയ്താൽ നമുക്ക് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം. ഇതിപ്പോൾ അത്യാവശ്യം നമുക്കൊരു ഔട്ട്ഫിറ്റിനൊക്കെ മാച്ച് ആയിട്ട് വേണമെങ്കിൽ കെട്ടിക്കൊണ്ട് പോകും. അല്ലാണ്ട് ഒരുപാട് ഫീച്ചേഴ്സും പിന്നെ അത് കൊടുത്താണ് സ്പോർട്സ് മോഡൊന്നും അത്ര ആക്യുറേറ്റ് ഒന്നും ആയിരിക്കില്ല. ജസ്റ്റ് സ്പോർട്സ് മോഡ് ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി കൊടുത്തിരിക്കണതായിരിക്കും. പിന്നെ അത് പവർ ഇല്ല. നമുക്ക് പവർ ഓൺ ആക്കിയിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം.
ഇതിപ്പോൾ ചാർജ് ചെയ്ത് യൂസ് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതിൽ ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളോട് പറഞ്ഞു തരാം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. സ്റ്റേ ട്യൂൺഡ്.